മാർക്കോ ഒരുപാട് ഹൈപ്പോടുകൂടി ഇറങ്ങിയ ഒരു പടമാണ് മാർക്കോ. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു മാർക്കോ എന്ന് പറയുന്ന പടം കാണാൻ വേണ്ടി. കാരണം ടീസറിൽ നമ്മൾ കണ്ട പോലെ തന്നെ കുറെ വയലൻസ് ഉൾപ്പെടുത്തിയ ഒരു സിനിമ. പിന്നെ ട്രെയിലർ ഇറക്കിയില്ല. പിന്നെ മിഖായലായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ എന്നുള്ള അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും. അങ്ങനെയാണ് നമ്മൾ മാർക്കോ പടം കാണാൻ പോയത്. ഞാനും എൻ്റെ അനിയനും കൂടെയാണ് പോയത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. പടം സ്റ്റോറി ബേസിസിലാണെങ്കിൽ സാധാരണ വലിയ പുതിയ ഒരു വെറൈറ്റി സ്റ്റോറി ഒന്നും അല്ല. നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. ഒരു ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ, ഈ സെയിം തീമിൽ തന്നെ പടങ്ങൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ. പക്ഷെ ഈ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വയലൻസ്. മലയാളത്തിൽ ഇതുവരെ ഇങ്ങനൊരു പടം ഇറങ്ങി കാണത്തില്ല. ഇത്രയും ബ്രൂട്ടായിട്ട് ഒരാളെ ഓരോരുത്തരെ കൊല്ലുന്നതും. നമ്മൾ ഇങ്ങനെ ഇരുന്നില്ലേ പടം കാണുന്നത്. ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ആവും. അമ്മാതിരി വയലൻസ് ആണ് ഈ പടത്തിൽ. സോ തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച്. നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ പോയി കാണുക. ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുമെന്ന് എനിക്കറിയുണ്ട്. കാരണം അത്രയും പേടിപ്പെടുന്ന ഒരുപാട് രംഗങ്ങൾ ഇതിനകത്തുണ്ട്. ഒരുപാട് രംഗങ്ങളുണ്ട്. ആ രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. വലിയ ലാഗ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എവിടെയും ലാഗ് ഒന്നും ഫീൽ ചെയ്ത് കേട്ടോ. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ വലിയ സംഭവത്തോടൊന്നും അല്ല ക്ലൈമാക്സ്. ലാസ്റ്റത്തെ ഒരു ടൈലന്റ് ഉണ്ട്, പുതിയൊരു ത്രെഡ്. അതായത് സെക്കൻഡ് പാർട്ടിന്റെ ഒരു ത്രെഡ് പറഞ്ഞിട്ടൊരു ടൈലന്റ് ഉണ്ട്. അത് വലിയ നമുക്ക് പടം തീർന്നു അതേ ഉള്ളൂ. അല്ല വലിയ കാത്തിരിപ്പിനുള്ള വിരാമമൊന്നും അല്ലായിരുന്നു ഈ പടത്തിന്റെ അവസാനം. മൊത്തത്തിൽ പറഞ്ഞാൽ പടം കൊള്ളാം. തിയേറ്ററിൽ പോയി മസ്റ്റ് വിസിറ്റ് ചെയ്ത് മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു പടമാണ്. സോ മാർക്കോ കൊള്ളാം.